കേരള സംസ്ഥാനം പിറന്നത് 1956 നവംബർ 1-നാണ്. കേരളത്തിലേത് ഇടത് വലതുപക്ഷ മുന്നണികൾ മാറി മാറി ഭരിച്ച സർക്കാരുകളാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമായി നമുക്ക് കാണാം. EMS നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെയുള്ള കേരള മുഖ്യമന്ത്രിമാരെ പരിചയപ്പെടാം. EK നായനാരാണ് ഏറ്റവും കൂടുതൽ വർഷം മുഖ്യമന്ത്രിയായത്, അതായത് 11 വർഷം. K കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത്, 4 തവണ. ഈ സ്ഥാനം വഹിച്ചിരുന്നു അദ്ദേഹം. 3 തവണ മുഖ്യമന്ത്രി സ്ഥാനത്ത് EK നായനാരും AK ആന്റണിയും വഹിച്ചു. ഇനി കൂടുതൽ അറിയാം. EMS നമ്പൂതിരിപ്പാട്. EMS ആണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി. 3 തവണ KPCC സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. 1957 മുതൽ 1959 വരെയും 1967 മുതൽ 1969 കാലയളവുകളിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി. പിന്നീട് 1960 മുതൽ 1964 വരെയും 1970 മുതൽ 1977 പ്രതിപക്ഷ നേതാവായും അദ്ദേഹം എത്തി. ഇനി പട്ടം A താണുപിള്ള. 1960 മുതൽ 1962 കാലയളവിൽ പട്ടം A താണുപിള്ളയായിരുന്നു മുഖ്യമന്ത്രി. ഇദ്ദേഹം 1948 1954 മുതൽ 1955 തിരുവിതാംകൂർ കൊച്ചി മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാത്രമല്ല 1952 പഞ്ചാബ് ഗവർണറായും 1964 ആന്ധ്രാപ്രദേശ് ഗവർണറായും താണുപിള്ള സേവനമനുഷ്ഠിച്ചു. R. ശങ്കർ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കാരൻ R. ശങ്കർ 1962 മുതൽ 1964 കാലയളവിലാണ് മുഖ്യമന്ത്രിയായത്. പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരള മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ശങ്കർ. AICC മെമ്പറായും KPCC പ്രസിഡന്റായും SNDP യോഗം ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. കൂടാതെ പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ ശങ്കർ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. C. അച്യുതമേനോൻ. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ C. അച്യുതമേനോൻ 1969 മുതൽ 1970 വരെ മുഖ്യമന്ത്രിയായി. പിന്നീട് 1970 ഇടക്കാല തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വീണ്ടും ഈ സ്ഥാനത്തെത്തി. 1977 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു. K. കരുണാകരൻ. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്ന ലീഡർ K. കരുണാകരനാണ് പിന്നീട് മുഖ്യമന്ത്രിയായത്. അതും 4 തവണ കേരള മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തി. ആദ്യ തവണ 1977 മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള 1 മാസവും പിന്നീട് 1981 ഡിസംബർ മുതൽ 1982 മാർച്ച് വരെ 2ാം തവണയും മുഖ്യമന്ത്രിയായി. പിന്നീട് 1982 മെയ് മുതൽ 1987 വരെയും അത് കഴിഞ്ഞ് 1991 ജൂൺ മുതൽ 1995 ജൂൺ വരെയുമാണ് മന്ത്രിസ്ഥാനത്ത് എത്തിയത്. AK ആന്റണി. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ നിന്ന് അറയ്ക്കാപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്നറിയപ്പെടുന്ന AK ആന്റണി 1977 മുതൽ 1978 വരെയും പിന്നെ 1995 മുതൽ 1996 വരെയും മുഖ്യമന്ത്രിയായി. പിന്നീട് 2001 മുതൽ 2004 കാലയളവിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി. 1977 ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് 37 വയസ്സായിരുന്നു പ്രായം. കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി. PK വാസുദേവൻ നായർ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന PK വാസുദേവൻ നായർ കേരളത്തിന്റെ 9ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. AK ആന്റണി 1978 മുഖ്യമന്ത്രി പദം രാജിവെച്ച ഒടുവിലാണ് PK വാസുദേവൻ നായർ കേരള മുഖ്യമന്ത്രിയായത്. 1979 ഒക്ടോബർ 7 മുഖ്യമന്ത്രി പദം അദ്ദേഹം രാജിവെച്ചു. CH മുഹമ്മദ് കോയ. മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായിരുന്നു CH മുഹമ്മദ് കോയ. 1960 താനൂരിൽ നിന്ന് നിയമസഭയിലെത്തിയത്. 1981 കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു. പിന്നീട് 1979 ഒക്ടോബറിൽ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. വെറും 54 ദിവസം മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. EK നായനാർ. പത്രാധിപർ, എഴുത്തുകാരൻ എന്നീ നിലയിൽ പ്രശസ്തനായ EK നായനാർ 1980 മുഖ്യമന്ത്രിയായി. പിന്നീട് 1987 മുതൽ 1991 കാലയളവിലും 1996 മുതൽ 2001 കാലയളവിലും മുഖ്യമന്ത്രി പദവി അലങ്കരിച്ചു. VS അച്യുതാനന്ദൻ. കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 2006 മെയ് 18 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VS തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉമ്മൻചാണ്ടി.
KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഉമ്മൻചാണ്ടി 2004 AK ആന്റണി രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രിയായി. 2006 മെയ് 18 വരെ ആ സ്ഥാനത്ത് തുടർന്നു. പിന്നീട് അദ്ദേഹം 2011 മുതൽ 2016 വരെ വീണ്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. പിണറായി വിജയൻ 2016 മുതൽ 2026 വരെ തുടർച്ചയായി 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. LDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ മെയ് 4 പിണറായി വിജയൻ രാജി സമർപ്പിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.